ദേവാലയത്തിലെ ബലിവേദിക്ക് അരികിലിരിക്കുന്ന മെഴുകുതിരികൾ ഉരുക്കിത്തീരുന്നത് കണ്ട് കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ മെഴുകുതിരികൾ എന്തിനാ കരയുന്നത്? മോനെ, മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാൻ അതിൻ്റെ ശരീരം തന്നെ അവ ഒരുക്കുന്നു. സ്നേഹവും ഇതുപോലെ തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുവാൻ തനിയെ ഇല്ലാതാകുന്നു. അതുതന്നെയാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതവും. അവരുടെ ദുർബലമായ ആരോഗ്യവും ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളും പരാജയങ്ങളല്ല, മറിച്ച് പിൻഗാമികൾക്ക് വഴി കാണിക്കുവാനുള്ള ദീപശിഖയായിരുന്നു. ആ മെഴുകുതിരികളെ പോലെ അവളും തനിയെ ഉരുകിത്തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി. പുറം ലോകവുമായി മറഞ്ഞിരിക്കുന്ന അവളുടെ ജീവിതം ആധ്യാത്മികമായി അനേകർക്ക് പ്രകാശം നൽകി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നിലത്ത് വീണ വിത്ത് ആയിരുന്നെങ്കിലും സഹനങ്ങളാൽ ആ വിത്ത് അഴിഞ്ഞ് അനേകർക്ക് അനുഗ്രഹങ്ങളുടെ വിളവായി മാറി. പ്രസംഗത്തിനോ ഭരണനിർവഹണത്തിനോ പേരുകേട്ട വിശുദ്ധരിൽ നിന്ന് വ്യത്യസ്തമായി സിസ്റ്റർ അൽഫോൻസ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിൽ അനുരഞ്ജനം പ്രാപിച്ചു. ബാഹ്യമായ പ്രവർത്തനത്തെക്കാൾ ലളിതമായ പ്രാർത്ഥനയിലൂടെയും ആഴമായ ദൈവാനുഭവത്തിലൂടെയും സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയും മിശിഹ രഹസ്യങ്ങളിലേക്ക് വേരൂന്നിയവളായിരുന്നു സിസ്റ്റർ അൽഫോൻസ. മറ്റുള്ളവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന ആഴമേറിയ സത്യത്തെ സിസ്റ്റർ അൽഫോൻസായുടെ ആത്മീയത പ്രതിഫലിപ്പിച്ചു. അവളുടെ ശാരീരിക രോഗങ്ങൾ വിശുദ്ധിക്ക് ഒരു തടസ്സമായിരുന്നില്ല, അത് അവളുടെ ദൗത്യമേഖലയായി മാറി. അവളുടെ കഷ്ടപ്പാടുകളിലൂടെ കുരിശിൽ നമ്മുടെ മുറിവുകൾ വഹിച്ച മിശിഹായെപ്പോലെ അവൾ മറ്റുള്ളവരുടെ ഭാരം നിശബ്ദമായി വഹിച്ചു. നടക്കാൻ കഴിയാതെ വന്നെങ്കിലും വേദനിക്കുന്ന ആത്മാക്കളുമായി അവൾ ആത്മീയമായി യാത്ര ചെയ്തു. സിസ്റ്റർ അൽഫോൻസായുടെ ഈ ആധ്യാത്മികത എത്തിക്സ് ആൻഡ് ഇൻഫിനിറ്റി എന്ന തൻ്റെ പുസ്തകത്തിൽ ഫ്രഞ്ച് തത്വചിന്തകനായ ഇമ്മാനുവേൽ ലെവിനാസ് എഴുതിയ ദർശനവുമായി മനോഹരമായി യോജിക്കുന്നു. ഇമ്മാനുവേൽ ലെവിനാസ് ഇപ്രകാരം പറയുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ഫോർ ദ അതർ പ്രൊസീഡ്സ് any understanding or freedom. It is like the maternal womb that hold the other even before any choice. വിശുദ്ധ അൽഫോൻസാമ ഈ ദൈവശാസ്ത്രത്തിന്റെ മൂർത്തിഭാവമായിരുന്നു. അവളുടെ സ്നേഹം തീരുമാനങ്ങളെയോ ഇഷ്ടങ്ങളെയോ ആശ്രയിച്ചിരുന്നില്ല. അത് അവളുടെ വേദനിക്കുന്ന ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി ഒഴുകിയിറങ്ങി. അവളുടെ രോഗശയ്യ ഒരു ആത്മീയ ഗർഭാശയമായി മാറി. വേദന പ്രാർത്ഥനയായും കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ അനുഗ്രഹങ്ങളായും അവളിൽ നിറഞ്ഞു. അവളെ പരിഹസിച്ചവരെയും തെറ്റിദ്ധരിച്ചവരെയും അവളുടെ വേദനയ്ക്ക് കാരണക്കാരായവരെയും, അത് സഹോദരിമാരായാലും അധികാരികളായാലും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ നിശബ്ദമായി എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു. മിശിഹായെ ഗർഭപാത്രത്തിൽ വഹിച്ച മറിയത്തെ പോലെ അൽഫോൻസ തൻ്റെ നിശബ്ദ സ്നേഹത്തിൽ മറ്റുള്ളവരെ ഹൃദയത്തിൽ വഹിച്ചു. അതാണ് യഥാർത്ഥ ക്രിസ്തീയ അനുരഞ്ജനം. ചർച്ചയല്ല, മറിച്ച് സ്വയം സമർപ്പണമാണ് അവൾ കാണിച്ചു തന്ന രക്ഷയിലേക്കുള്ള യഥാർത്ഥ വഴി. പ്രിയ സഹോദരരെ, സഭയും ലോകവും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധ അൽഫോൻസാമയെ പോലെ അനുരഞ്ജനത്തിൻ്റെ ജീവിതങ്ങളെയാണ്. ഒന്നാമതായി, ഇന്ന് ഈ ബീറ്റ യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതിനേക്കാൾ ആളുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിശബ്ദമായ നമ്മുടെ ലഭ്യതയാണ്. രണ്ടാമതായി, അധികാരത്തിനും പണത്തിനും വേണ്ടി മത്സരിക്കുന്ന ഒരു ലോകത്ത് വിശുദ്ധ അൽഫോൻസാമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മുറിവുകൾ രോഗശാന്തിയുടെ ബലിപീഠങ്ങൾ ആക്കി മാറ്റുവാനാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മുറിവുകൾ അനേകരുടെ വിശുദ്ധിക്കായി സമർപ്പിക്കുവാനാണ്. 2023 മണിപ്പൂരിലെ വംശീയ ആക്രമണത്തിനിടയിൽ യുദ്ധത്തിലായിരുന്ന ഇരു വിഭാഗങ്ങളെയും രക്ഷിക്കുവാൻ ഒരു യുവ കത്തോലിക്ക പുരോഹിതൻ തോമസ് കെ കത്തുന്ന ഒരു ഗ്രാമത്തിലേക്ക് നടന്നു. ഭീഷണികൾക്കിടയിലും അദ്ദേഹം ഇരുവർക്കും ഇടവകയുടെ വാതിലുകൾ തുറന്നു കൊടുത്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ആരാണ് ശരിയെന്ന് എനിക്കറിയില്ലായിരുന്നു, ആരാണ് കഷ്ടപ്പെടുന്നത് എന്ന് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ.
സംഘർഷങ്ങൾ പരിഹരിക്കുകയല്ല, മറിച്ച് അവയിലേക്ക് കാരുണ്യത്തോടെ പ്രവേശിക്കുക എന്നതാണ് അനുരഞ്ജനത്തിൻ്റെ കാതൽ. സിസ്റ്റർ അൽഫോൺസായെ പോലെ ഫാദർ തോമസും ആരുടെയും പക്ഷം പിടിച്ചില്ല. കത്തിയ മണ്ണിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് കഷ്ടപ്പാടുകളുടെ ഉത്തരവാദിത്വവും അദ്ദേഹം ഏറ്റെടുത്തു. അതാണ് ഒരു ക്രിസ്ത്യാനി. വിശുദ്ധ അൽഫോൺസാമയുടെ ശവസംസ്കാര സമയത്ത് വളരെ കുറച്ചുപേർ മാത്രമേ അവരുടെ മൂല്യം തിരിച്ചറിഞ്ഞുള്ളൂ. എന്നാൽ അവരുടെ മരണശേഷം പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത നേതാക്കളും ദശലക്ഷക്കണക്കിന് ആളുകളും രോഗശാന്തിക്കായി അവരുടെ ശവകുടീരത്തിലേക്ക് ഒഴുകിയെത്തുന്നു. യഥാർത്ഥ അനുരഞ്ജനം ആരംഭിക്കുന്നത് കരഘോഷത്തോടെ അല്ല, മറിച്ച് മറഞ്ഞിരിക്കുന്ന സ്നേഹത്തോടെയാണ് എന്നതിൻ്റെ തെളിവാണ് സിസ്റ്റർ അൽഫോൺസായുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ പ്രശസ്തിക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് അനുരഞ്ജകരായി തീരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നതായിരിക്കട്ടെ. സിസ്റ്റർ അൽഫോൺസായുടെ ആത്മീയ ഡയറിയിലെ അവരുടെ സ്വന്തം വാക്കുകൾ കടമെടുക്കുകയാണ്. ആരെയും നിരസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മധുരവാക്കുകൾ മാത്രമേ പറയൂ. ഓരോ ചെറിയ പരാജയത്തിനും ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കും. എൻ്റെ കഷ്ടപ്പാടുകൾ എന്തുതന്നെയായാലും ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അഹങ്കാരം, അധികാരം എന്നിവയാൽ കീറിമുറിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ സിസ്റ്റർ അൽഫോൺസായെ പോലെ നമുക്ക് കാരുണ്യത്തിൻ്റെ ഗർഭപാത്രങ്ങളായി മാറാം. ആമേൻ.